ഫ്രണ്ട്സ്, കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത് ഒരു റീജിയണൽ റൂറൽ ബാങ്കാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്കിതിൽ അറുന്നൂറിന് മുകളിൽ ബ്രാഞ്ചസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഇപ്പം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്കും ദെൻ ഓഫീസർ സ്കെയിൽ 1, 2, 3 എന്ന് പറയുന്ന ഗ്രൂപ്പ് എ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാം. എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം മതി. നിങ്ങൾക്ക് പല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി വേറെയും ഉണ്ട്. അപ്പോൾ അതെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. കാരണം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതായത് മുഴുവനായിട്ടും കണ്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണുക. എന്നാലേ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസ് റീച്ച് ആവുള്ളൂ. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഈ വീഡിയോയിൽ A to Z കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ അധിക വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. നമുക്കത് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. നമുക്കതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് നമ്മുടെ ചാനലാണ്. ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഏകദേശം പറഞ്ഞാൽ 59.3K ആയി. ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിത് പറയുന്നുണ്ട്. അത് നമുക്കൊരു 1 lakh എന്നുള്ളതാണ് നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട്. നമ്മൾ ഫസ്റ്റ് ആ ഒരു 1 lakhലേക്ക് നമുക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗോളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് കേരളത്തിൽ മറ്റേ ഓൾ ഇന്ത്യ ലെവലിലാണ് ഇതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള വിവിധ RRB, ഇതുപോലെ കേരള ഗ്രാമീൺ ബാങ്ക് പോലെ ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റിലെ ഓരോ RRBs ഉണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെ ഉള്ള വേക്കൻസിയാണ്. ടോട്ടൽ വേക്കൻസി വരുന്നത് 10,000-ഓളം വേക്കൻസിയാണ്. വേക്കൻസിക്ക് ഇനിയും കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിൽ നമുക്ക് നിശ്ചിതമായിട്ടുള്ള വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഏത് RRBയിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടാണ് വിശദമായിട്ട് വീഡിയോ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഏകദേശം നിങ്ങൾക്ക് 76 പേജ് വരുന്ന നോട്ടിഫിക്കേഷനാണ് കേട്ടോ. ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് വന്നതൊക്കെ കാണാം കേട്ടോ. ഈ പറയുന്ന നിങ്ങൾക്ക് ഹൈക്കോർട്ടിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ഓഫീസ് അറ്റൻഡൻറ്റ് നല്ല വേക്കൻസിയാണ്. 10ാം ക്ലാസ് മാത്രം മതി യോഗ്യത. ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതൊരു കാര്യമാണ്. പിന്നെ ഇന്നലെ നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് NPCLൻ്റെ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് NPCLൻ്റെ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അസിസ്റ്റൻറ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് ഗ്രേഡ് 1ൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ കാണാം കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് of officers scale 1, scale 2, scale 3 ആൻഡ് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് ഇൻ റീജിയണൽ റൂറൽ ബാങ്ക്സ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള വിവിധ റീജിയണൽ RRBസിലേക്ക്, അതായത് റീജിയണൽ റൂറൽ ബാങ്കിലേക്കാണ് ഈ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ. അതായത് ഓഫീസ് അസിസ്റ്റൻറ്റും ഓഫീസർ സ്കെയിൽ 1, 2, 3യിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ടൊരു കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് കണ്ടക്ട് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ IBPS ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന് പറയും. IBPSനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ IBPS വഴിയാണ് ഇതിൻ്റെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ IBPS വഴിയാണ് നമ്മൾ അപ്ലൈയും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് തന്നെ നമുക്ക് ആദ്യം തന്നെ നോക്കിക്കളയാം. ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം 7/6/2024 മുതൽ 27 ജൂൺ 27 വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് സമയത്തേക്ക് വെക്കരുത്. പിന്നെ നമുക്ക് എക്സാം ഫീൻ്റെ എക്സാം ഫീന്ന് നമുക്ക് ഈ അപ്ലിക്കേഷൻ്റെ ഫീൻ്റെ ആ ഡേറ്റും ഏകദേശം സെയിം ആണ് കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട് അന്തം വിടേണ്ട. അതായത് മൈനോറിറ്റി റിലീജിയൻ അല്ലെങ്കിൽ SC/ST പോലെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഫ്രീ ആയിട്ടൊരു ട്രെയിനിങ്, അതായത് ഈ എക്സാമിനേഷൻ്റെ മുൻപുള്ള ഒരു ട്രെയിനിങ് സംവിധാനം. അത് ചിലപ്പോൾ ഓൺലൈൻ ആയിരിക്കും, ചിലപ്പം ക്യാമ്പസിൽ ഓഫ്ലൈൻ ആയിട്ടും നടക്കാം. അപ്പോൾ അതിനൊരു ഡേറ്റാണ് ഇവിടെ പറയുന്നത് ജൂലൈ 2024 അവർക്ക് ആ ഒരു നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ഈ പറയുന്ന ഓൺലൈൻ ഫോമിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. ആ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ 2024 എന്താണ് അതിൻ്റെ ഈ കോൾ ലെറ്റർ എന്ത് ചെയ്യാം, അവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ആ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 22/7 മുതൽ എനിക്ക് 27/7 ആയിരിക്കും. ഇതൊക്കെ ഏകദേശം കറക്റ്റ് ഡേറ്റ് തന്നെ ആയിരിക്കും. ബാങ്കിങ് എക്സാം ആയതുകൊണ്ട് കറക്റ്റ് ഡേറ്റിൽ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഡേറ്റൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കട്ടോ. അപ്പോൾ നമുക്ക് കേരളത്തിലാണെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് മലപ്പുറം വെച്ചായിരിക്കും നടക്കുക. ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് എന്താണ് മറ്റു രീതിയിലായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ SC/ST അതുപോലെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾക്കൊക്കെ എന്താണ് ഫ്രീ ആയിട്ട് പ്രീ എക്സാം ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന എന്താണ് അതത് RRBs കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അങ്ങനെ നമുക്ക് അതിലൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 2 കാറ്റഗറിയിലാണ് ഞാൻ പറഞ്ഞു. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിലേക്ക് സെലക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോസ്റ്റ് ശ്രദ്ധിച്ചുകൂടെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഓഫീസർ സ്കെയിൽ 1 നോക്കണേ. ഓഫീസർ സ്കെയിൽ 1ഉം ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ 2 tier എക്സാമിനേഷനാണ് വരുന്നത്. ഏത് പോസ്റ്റിലേക്കാണെന്ന് വെച്ചാൽ ഓഫീസർ സ്കെയിൽ 1ലേക്കും ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കും ഈ 2 tier എക്സാമിനേഷനാണ് ഉണ്ടായിരിക്കുക. അത് ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. അത് 2 ഘട്ടമായിട്ടാണ് നടക്കുക. ആദ്യം പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കും, അത് കഴിഞ്ഞിട്ട് അത് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ തന്നെ മുകളിൽ പറഞ്ഞ 2 പോസ്റ്റാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഒന്ന് ഓഫീസർ സ്കെയിൽ 1. അതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓഫീസ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ പ്രിലിമിനറി എക്സാമിനേഷൻ കംപ്ലീറ്റ് അതിൽ എന്താണ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാം. ഈ മെയിൻ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്ക് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ മുകളിൽ പറഞ്ഞ ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ അതിലേക്ക് എന്താണ് നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്ത് പിന്നെ മെയിൻ എക്സാമിനേഷൻ ഉണ്ടാവും. മെയിൻ എക്സാമിനേഷൻ നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ഒരു കോമൺ ഇൻ്റർവ്യൂ പാടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓഫീസർ സ്കെയിൽ 1ലേക്ക് നിങ്ങൾക്ക് എന്താണ് പ്രിലിമിനറി ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് എന്താണ് മെയിൻ ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. 3 ഘട്ടം ഉണ്ട് അതിൽ. എന്നാൽ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മൾട്ടിപർപ്പസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് എന്താണ് മെയിൻ എക്സാമിനേഷൻ ഉണ്ടാവും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റൻ്റിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, തിരഞ്ഞെടുക്കപ്പെടും. എന്നാൽ ഓഫീസർ സ്കെയിൽ 1ലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ അതിൻ്റെ കൂടെ എന്തുണ്ടാവും, പ്രിലിമിനറിയും മെയിനും ഉണ്ടാവും, അതിൻ്റെ കൂടെ എന്തുണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാകും, കോമൺ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയാനുള്ള 2 പോസ്റ്റ് ഉണ്ട്. ഒന്ന് ഏതാണ്, ഓഫീസ് സ്കെയിൽ 1 ആണ് ഇപ്പോൾ മുകളിൽ പറഞ്ഞത്, അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻറ്റുമാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാനുള്ളത് ഓഫീസർ സ്കെയിൽ 2 ഉണ്ട്, അതുപോലെ സ്കെയിൽ 3 ഉണ്ട്, ഓഫീസർ സ്കെയിൽ 3 ഉണ്ട്. ഈ 2 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് നേരെ ഒരു എക്സാമാണ് ഉണ്ടായിരിക്കും, ഒറ്റ എക്സാമാണ് ഉണ്ടായിരിക്കും, ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ സെലക്ട് ആയാൽ നമുക്കൊരു കോമൺ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെലക്ഷൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായാലും ഒന്നുപാടെ കണ്ടാൽ മതി, നിങ്ങൾ ക്ഷമയോടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലേക്കുള്ള സെലക്ഷൻ. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാകും, അത് ക്വാളിഫൈ ചെയ്താൽ ഒരു മെയിൻ എക്സാമിനേഷൻ ഉണ്ടാകും. മെയിൻ എക്സാമിനേഷൻ്റെ മാർക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഫൈനൽ സെലക്ഷൻ ഉണ്ടാകുക. എന്നാൽ ഓഫീസർ സ്കെയിൽ 1ലേക്ക് നമുക്ക് എന്തുണ്ടാവും, ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും, പ്ലസ് എന്താണ് നമുക്ക് മെയിൻ എക്സാമിനേഷൻ ഉണ്ടാവും, പ്ലസ് നമുക്ക് എന്താണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഓഫീസർ സ്കെയിൽ 1. ഇനി ഓഫീസർ സ്കെയിൽ 2 അതുപോലെ 3 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എന്തുണ്ടാകും, ഡയറക്റ്റ് ആയിട്ട് ഒരു ഒറ്റ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാകുക, ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും, പ്ലസ് അത് കഴിഞ്ഞാൽ അത് സെലക്ട് ആയാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്, അത് ഞാൻ എനിക്ക് ആദ്യം പറഞ്ഞത് അതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഈ പറയുന്ന ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് ആണ് ഓഗസ്റ്റ് 2024. അതിൻ്റെ കോൾ ലെറ്റർ നമുക്ക് ജൂലൈയിലൊക്കെ എന്താണ് അവൈലബിൾ ആവും, ജൂലൈ ഓഗസ്റ്റിലൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആവുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ റിസൾട്ട് വരിക ഓഗസ്റ്റ് സെപ്റ്റംബർ, ഉടനെ തന്നെ എന്ത് ചെയ്യും 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ റിസൾട്ട് വരും. പിന്നെ നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഓഫീസേഴ്സ് സ്കെയിൽ 2, 3ലേക്കാണെങ്കിൽ സിംഗിൾ എക്സാമിനാണല്ലോ, ആ എക്സാമിലേക്കാണെങ്കിലും നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞതിൻ്റെ മെയിൻ എക്സാമിനേഷൻ ആണെങ്കിലും അതിൻ്റെ കോൾ ലെറ്റർ വരുന്നത് സെപ്റ്റംബറിലായിരിക്കും. അതിൻ്റെ ഈ പറയുന്ന എക്സാം നടക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് മെയിൻ എക്സാമിനേഷൻ്റെത് നിങ്ങൾക്ക് ഓഫീസർ സ്കെയിൽ 1, 2, 3 ആണെങ്കിൽ അതിൻ്റെത് നിങ്ങൾക്ക് ഒക്ടോബറിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ വരുന്നത് ഒക്ടോബർ നവംബർ 2024 പിന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് നവംബർ 2024 അതിൻ്റെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ജനുവരി 2025. കണ്ടോ, അപ്പോൾ ഏകദേശം നമുക്കൊരു 6 മാസത്തെ പ്രോസസ്സാണ്. 6 മാസം ഉണ്ടാവില്ല, ഒരു 5 മാസം അല്ലെ 6 മാസം മാക്സിമം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് ഒരു ജോലി കിട്ടുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇത്രയാണ് അതിൻ്റെ ആ ഒരു ഡേറ്റ് എന്ന് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്കിവിടെ കാണാം പാർട്ടിസിപ്പേറ്റിംഗ് റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റൂറൽ ബാങ്ക്സുകളാണ് ഓരോ സ്റ്റേറ്റിലുള്ള കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിവിടെ സ്റ്റേറ്റ് ഇവിടെ കാണാം, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഓരോ നിങ്ങൾക്ക് കാണാം. അവിടെയൊക്കെയുള്ള റൂറൽ ബാങ്കിൻ്റെ പേരുകളാണ്. അപ്പോൾ നമുക്ക് കേരള നോക്കിയാൽ ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മലപ്പുറമാണ് കേട്ടോ. ഇവിടെ കാണാം കേരള ഗ്രാമീൺ ബാങ്ക്. ഓക്കെ, മലപ്പുറമാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ മലയാളം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പറയുന്ന കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് നമുക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം കേട്ടോ. ബാക്കിയുള്ള ഓഫീസർ സ്കെയിൽ 2, 3ലേക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് മലയാളം അറിയണം എന്ന് അല്ലെങ്കിൽ മറ്റ് ഇവിടെയുള്ള പ്രാദേശിക ഭാഷ അറിയണം എന്നുള്ള യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റീജിയണൽ ആയിട്ടുള്ള ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. ആ ഭാഷയിൽ നമുക്ക് എക്സാം എഴുതാം. അപ്പോൾ നമുക്ക് കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എന്താണ് എക്സാം എഴുതാം ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കൊക്കെ ആണെങ്കിൽ കേട്ടോ. വേറെ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാക്കി തരാം.
ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ് 1/6/2024 കണക്കാക്കിയാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. ഗ്രൂപ്പ് ബി പോസ്റ്റ് ആയിട്ടുള്ള ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ മിനിമം 18 മാക്സിമം 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏജിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റ് ഉപയോഗിക്കാം. നമ്മുടെ വെബ്സൈറ്റിൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈസി ടൂൾസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഏജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. ഇതാ നിങ്ങൾക്ക് കാണാം ഏജ് കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എത്ര വയസ്സായെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഡേറ്റ് കൊടുക്കുക, 1/6/2024 കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എത്ര ഏജ് ആയെന്നാലും കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് അവിടെ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതാ നിങ്ങളുടെ ഏത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഉള്ളിൽ ജനിച്ചിരിക്കണം എന്നുള്ള വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏജ് റിലാക്സേഷൻ നിങ്ങൾ പ്ലസ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് അടുത്ത ഗ്രൂപ്പ് എ പോസ്റ്റുകളായിട്ടുള്ള ഓഫീസർ സ്കെയിൽ 1 18 to 30 ഏജ് ലിമിറ്റ്. ഇതിലും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC/ST, ദെൻ OBC, NCL. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയൊക്കെ കാണിക്കാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഡിവോഴ്സ്ഡുള്ള വനിതകൾക്ക്, വിഡോസ്ഡായ വനിതകൾക്കൊക്കെ എന്താണ് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഓഫീസർ സ്കെയിൽ 2 ആണെങ്കിൽ 21 മിനിമം, മാക്സിമം 32. സ്കെയിൽ 3 ആണെങ്കിൽ നിങ്ങൾക്ക് 21 മാക്സിമം, മിനിമം മാക്സിമം 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിലൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 5 വർഷം SC/ST ആണെങ്കിൽ, OBC, NCL ആണെങ്കിൽ 3 വർഷം, ദെൻ PWD ആണെങ്കിൽ 10 വർഷം. അതുപോലെ തന്നെ വിഡോസ്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള എക്സ് സർവീസ്മാൻ ഇവർക്കൊക്കെ എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 27/6/2024 ഇതിൻ്റെ ക്രൂഷ്യൽ ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്, കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 27/6/2024 ഉള്ളിൽ നമ്മൾ പാസ്സായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഇയർ പഠിക്കുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസൾട്ട് ഓൾറെഡി വന്നിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇതിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ നോക്കൂടെ ഏതെങ്കിലും വിഷയത്തിൽ, എനി ഡിസിപ്ലിനാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് പ്രൊഫഷണൽ, നോൺ പ്രൊഫഷണൽ ഏതോ ആകട്ടെ, നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറി ഏതാകട്ടെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഏത് RRBസിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, അത് നിർബന്ധമാണ് ഈ പോസ്റ്റിലേക്ക്. അതായത് മൾട്ടിപർപ്പസ്, ഈ ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഏത് RRBയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തമിഴ്നാട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് എന്താണ് തമിഴ് അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയുന്ന കമ്പ്യൂട്ടറൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം. അത് നിർബന്ധമല്ല, സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും തന്നെ വേണ്ട, ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഇതിനടുത്ത് നിങ്ങൾ നോക്കിക്കോ, ഓഫീസർ സ്കെയിൽ 1 അസിസ്റ്റൻറ്റ് മാനേജറാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ എന്താണ് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓഫീസർ സ്കെയിൽ 1 ഈ പറയുന്ന നമ്മുടെ എന്താണ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഏത് RRBയിലേക്കാണോ, തമിഴ്നാടാണോ, കർണാടകയാണോ, കേരളമാണോ, എവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഏത് RRBയിലേക്ക്, ഏത് സ്റ്റേറ്റിലെ RRBയിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അവിടെയുള്ള പ്രാദേശിക ഭാഷ നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അതിന് വേറെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെന്നല്ല, നമ്മളത് അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷൻ, നമുക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ 2 കാറ്റഗറിയിലേക്ക്, ബാക്കിയുള്ളതൊക്കെ ഞാൻ പറയാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓഫീസർ സ്കെയിൽ അസിസ്റ്റന്റ് മാനേജറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും വിഷയം, മുകളിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും വിഷയത്തിലുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവിടെ കുറച്ചും കൂടെ മുൻഗണന ആർക്കാന്ന് വെച്ചാൽ, കാരണം കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കുന്നത് ആർക്കാന്ന് വെച്ചാൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല അപ്ലൈ ചെയ്യുന്നതിന്. പക്ഷേ കുറച്ചും കൂടെ മുൻഗണന RRBs കൊടുക്കുന്നത്, അല്ലെങ്കിൽ IBPS വഴി സെലക്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് ആർക്കാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ അഗ്രികൾച്ചറിലോ, ഹോർട്ടിക്കൾച്ചറിലോ, അല്ലെങ്കിൽ ഫോറസ്ട്രിയിലോ, അനിമൽ ഹസ്ബൻഡറി, അല്ലെങ്കിൽ വെറ്റിനറി സയൻസ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ പിസിക്കൾച്ചർ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ലോ, അല്ലെങ്കിൽ എക്കണോമിക്സ് ഓർ അക്കൗണ്ടൻസി, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമ്മൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നമ്മൾ ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും ഇതിലേക്ക് കേട്ടോ. അത് വിചാരിച്ച് നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇവർക്ക് കുറച്ചും കൂടെ ഒരു മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് പ്രാദേശിക ഭാഷ, ഏത് അറബിക്കിലാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ ഭാഷ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ നല്ലതാണെന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. യാതൊരു എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം.
ഓക്കെ. ഇനി അടുത്തത് ഓഫീസർ സ്കെയിൽ സെക്കൻഡ്, ഇതിൽ ജനറൽ ബാങ്കിങ് ഓഫീസറായിട്ടാണ് മാനേജർ തസ്തികയാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോടുകൂടി ബിരുദമുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാലും പ്രിഫറൻസ് കൊടുക്കുന്നത് ആർക്കാന്ന് വെച്ചാൽ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബാങ്കിങ്, ഫൈനാൻസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്ററിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, പിസിക്കൾച്ചർ, അഗ്രികൾച്ചർ, മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം. മാനേജ്മെന്റ്, ലോ, എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി. പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുൻഗണന നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കണ്ടീഷൻ ഓർക്കുക. 2 വർഷത്തെ ബാങ്കിങ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്ഥാപനത്തിലുള്ള എക്സ്പീരിയൻസ് ഇതിലേക്ക് വേണം. ഈ പറയുന്ന പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് വേണം. ഓഫീസർ സ്കെയിൽ, പക്ഷേ ഓഫീസർ സ്കെയിൽ 2ലേക്ക് നിങ്ങൾക്ക് ഏത് RRBയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ പ്രാദേശിക ഭാഷ ഒന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. മറ്റേത് ഏതിലേക്കും അപ്ലൈ ചെയ്യാൻ നമുക്ക് ആ പ്രാദേശിക ഭാഷ അറിയണം, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിയണം. അപ്പോൾ ഓഫീസർ സ്കെയിൽ സെക്കൻഡ് ആണെങ്കിൽ ജനറൽ ബാങ്കിങ് ഓഫീസറായിട്ട് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഭാഷയൊന്നും പ്രശ്നമല്ല. ഓക്കെ, നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്തിലും വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എവിടെയാണ് കൂടുതൽ വാക്കൻസി ഒക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രാദേശിക ഭാഷ അറിയേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിന് ഓഫീസർ സ്കെയിൽ സെക്കൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്പെഷ്യലിസ്റ്റ് ഓഫീസറാണ്. ഇത് വിവിധ കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ ജനറൽ ബാങ്കിങ് ഓഫീസറാണ്. ഇവിടെ നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ മാനേജറാണ്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസറായിട്ട് വിളിച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സോ കമ്മ്യൂണിക്കേഷനോ കമ്പ്യൂട്ടർ സയൻസോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ ഫീൽഡുമായിട്ട്. ഇനി അടുത്തത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൽ തന്നെ നിങ്ങൾക്ക് CA ഉണ്ടായിരിക്കണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ലോ ഓഫീസറെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മിനിമം 50% മാർക്കോടുള്ള ലോയിലുള്ള നിയമത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കണം. 2 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇനി ട്രഷറി മാനേജർ വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ CA ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ MBA ഇൻ ഫൈനാൻസിൽ സ്പെഷ്യലൈസേഷനോട് MBA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അടുത്ത മാർക്കറ്റിംഗ് ഓഫീസർ നിങ്ങൾക്കൂടെ കാണാം. MBA ഇൻ മാർക്കറ്റിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അടുത്തത് അഗ്രികൾച്ചർ ഓഫീസർ നിങ്ങൾക്ക് കാണാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ, ഡയറി, അനിമൽ ഹസ്ബൻഡറി, ഫോറസ്ട്രി, വെറ്ററിനറി സയൻസ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ. ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും ഡിസിപ്ലിൻ ജസ്റ്റ് ഒരു ബിരുദം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 50% മാർക്ക് വേണം കേട്ടോ. 2 ഇയർ എക്സ്പീരിയൻസ് വേണം. ദെൻ ഏറ്റവും ലാസ്റ്റ് പോസ്റ്റ് ഈ പറഞ്ഞ ഓഫീസർ സ്കെയിൽ 3 ആണ്. സീനിയർ മാനേജറാണ്. ഇതിലേക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അതായത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം 50% മാർക്ക് ഉണ്ടെങ്കിലും 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ കുറച്ചും കൂടെ കൂടുതൽ മുൻഗണന ലഭിക്കാതിരിക്കാന്ന് വെച്ചാൽ ഈ പറയുന്ന ഡിഗ്രിയോ ഡിപ്ലോമയോ ഈ പറഞ്ഞിരിക്കുന്ന ബാങ്കിങ്ങിലോ അല്ലെങ്കിൽ ഫൈനാൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്ററിനറി സയൻസ്, അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അഗ്രികൾച്ചർ, മാർക്കറ്റിംഗ്, കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെന്റ്, ലോ, എക്കണോമിക്സ്, അക്കൗണ്ടൻസി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഡിസിപ്ലിനിലെ ഓഫീസർ മീൻസ് ബിരുദമുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഓഫീസ് അസിസ്റ്റൻറ്റിലേക്കും അതുപോലെ ഓഫീസർ സ്കെയിൽ 1ലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് RRBയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പ്രാദേശിക ഭാഷ അറിയണം. കേരളത്തിലേക്കാണെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം. തമിഴ്നാടാണെങ്കിൽ തമിഴ് അറിഞ്ഞിരിക്കണം. കേരളത്തിലുള്ളവർക്ക് തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിലുള്ളവർക്ക് കേരളത്തിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഈ പ്രാദേശിക ഭാഷ ഡീൽ ചെയ്യാൻ അറിയണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ മറ്റു പോസ്റ്റിലൊക്കെ നിങ്ങൾക്ക് എവിടെ കൂടുതൽ വേക്കൻസി ഒക്കെ നോക്കിയിട്ട് ഓഫീസർ സ്കെയിൽ 2 3 ഒക്കെ നിങ്ങൾ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അപ്ലിക്കേഷൻ ഫീ ആണ്. ഓഫീസർ സ്കെയിൽ 1 2 3ലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ആണെങ്കിൽ SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 175 രൂപ കൊടുത്താൽ മതി. ബാക്കി എല്ലാ ഉദ്യോഗാർത്ഥികളും 850 രൂപ ഫീ അടയ്ക്കണം കേട്ടോ. ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസിലേക്കാണെങ്കിൽ ഇതുപോലെ SC/ST PWD എക്സ് ആണെങ്കിൽ 175, ബാക്കി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 850. നേരത്തെ പറഞ്ഞ സെയിം പോലെ തന്നെയാണ് ഫീ ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നിൻ്റെയും എക്സാമിനേഷൻ സ്കീം കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇത് നമ്മുടെ മീഡിയം ഓഫ് എക്സാമിനേഷൻ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം ചെയ്തട്ടോ. ഓക്കെ, ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റൻറ്റ് ഈ പറയുന്ന മൾട്ടിപർപ്പസ് പ്രിലിമിനറി മലയാളത്തിൽ എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ നിങ്ങൾക്ക് ആ രീതിയിൽ ഏത് വേണമെങ്കിലും ചൂസ് വേണം ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ദെൻ ഓഫീസർ സ്കെയിൽ 1. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോൾവ്ഡ് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ. ദെൻ ഓഫീസർ സ്കെയിൽ 1 നിങ്ങൾക്കൂടെ കാണാം. റീസണിങ് നിങ്ങൾക്കൂടെ കാണാം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇത് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം എക്സാം. ഓക്കെ, കേരളത്തിലുള്ളവർക്ക് ഇനി തമിഴ്നാട്ടാണെങ്കിൽ തമിഴ് എഴുതാം. ഓക്കെ, ഏതാണ് നിങ്ങളുടെ പ്രാദേശിക അതിൽ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. ഇനി മെയിൻ എക്സാമിനേഷൻ വരും. ആ പ്രിലിമിനറി കഴിഞ്ഞാൽ പിന്നെ മെയിനാണ് അസിസ്റ്റൻറ്റ്. ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ അതിലേക്ക് നിങ്ങൾക്ക് റീസണിങ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ് ഇതൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം.
ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഏത് ഇതിലേതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതിലേക്ക് അപ്ലൈ ചെയ്യാൻ അത് ആ ലെവൽ ഏത് സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ അതിനനുസരിച്ച് അടുത്ത പ്രാദേശിക ഭാഷയിലേക്ക് എക്സാം എഴുതാം. ഓക്കെ, നിർബന്ധമില്ല ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം നിങ്ങൾക്ക് കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം 4A 4B എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ചൂസ് ചെയ്യാം, അതായത് നമുക്ക് ആ ലാംഗ്വേജ് പ്രൊഫഷൻസി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഹിന്ദി, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, മീഡിയം ഓഫ് എക്സാമിനേഷൻ അല്ല. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ നമ്മൾ ചൂസ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഒന്നെങ്കിൽ 4A അല്ലെങ്കിൽ 4B. അപ്പോൾ നമുക്ക് കേരളത്തിലുള്ളവരാണെങ്കിൽ നമുക്ക് ഹിന്ദി കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹിന്ദി ഇംഗ്ലീഷ് ചൂസ് ചെയ്യട്ടെ. കാരണം നമുക്ക് ഹിന്ദി അത്ര പിടിത്തുണ്ടാവില്ലല്ലോ, ഉള്ളവർ അങ്ങനെ അത് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, എന്താണ് നമ്മുടെ മെയിൻ എക്സാമിനേഷൻ്റെ സ്കീമാണ്. ഇതിൽ എനിക്ക് ഇംഗ്ലീഷ് ഒരു ഹിന്ദി ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യണം. ഇതൊക്കെ മലയാളത്തിൽ എക്സാം എഴുതാം കേട്ടോ. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇതൊക്കെ മലയാളമാണ്. ഈ പറയുന്ന ഇംഗ്ലീഷ് ഹിന്ദി നമുക്ക് പിന്നെ മലയാളത്തിൽ എഴുതാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അത്. അതിലേതെങ്കിലും ഒരു ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യണം, സബ്ജക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ അത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിലേക്ക് മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്താ നിങ്ങളുടെ കാണാം. കേരളത്തിൽ നമുക്ക് അനുവദിക്കുന്നത് ഇംഗ്ലീഷിൽ എഴുതാൻ വേണമെങ്കിൽ എക്സാം, ഹിന്ദിയിൽ എഴുതാൻ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം. ഈ 3 ഭാഷയിൽ നമുക്ക് എഴുതാം. അങ്ങനെ ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, ഇംഗ്ലീഷിൽ എഴുതാം, ഹിന്ദിയിൽ എഴുതാം, തമിഴിൽ എഴുതാം. നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ, മീഡിയം ഓഫ് എക്സാമിനേഷൻ. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം സിംഗിൾ ലെവൽ എക്സാമിനേഷൻ്റെ കാര്യങ്ങളാണ്. അതായത് നമ്മൾ പറഞ്ഞ ഓഫീസർ സ്കെയിൽ 2ഉം 3യിലേക്കും നിങ്ങൾക്ക് ഒരൊറ്റ എക്സാമാണ് ഉണ്ടാകുക, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഈ മലയാളത്തിലൊന്നും എഴുതാൻ പറ്റില്ല കേട്ടോ. ഇത് ഈ പറയുന്ന ലാംഗ്വേജ് ഇവിടെ ഉണ്ടാവുള്ളൂ, ഹിന്ദി ഓർ ഇംഗ്ലീഷ് കേട്ടോ. ഓക്കെ, അതിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്നതിലേക്ക് മലയാളം നമുക്ക് ഉണ്ടാവില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്തത് ഓഫീസർ സ്കെയിൽ 2 ആണെങ്കിലും ഇതുപോലെ സ്പെഷ്യൽ കാറ്റഗറിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഹിന്ദി ഓർ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ മീഡിയം എക്സാം എഴുതിയതായിരിക്കും. സ്കെയിൽ 3 ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് സെയിം. അപ്പോൾ അതിൻ്റെ സ്കീം കാര്യങ്ങൾ ഏതൊക്കെയാണ് മേഖല വരിക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം, വെയിറ്റേജ് നോക്കാം, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, അതുമാടെ പറഞ്ഞാൽ നമ്മളുടെ വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടും, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ഇൻ്റർവ്യൂ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ ഉണ്ടാകുന്ന പോസ്റ്റുകളാണ് ഈ പറയുന്ന ഓഫീസർ സ്കെയിൽ 1നും ഇൻ്റർവ്യൂ ഉണ്ടാവും, 2നും ഉണ്ടാവും, 3ക്കും ഉണ്ടാവും കേട്ടോ. എന്നാൽ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് യാതൊരുവിധ ഇൻ്റർവ്യൂ ഉണ്ടാവില്ല കേട്ടോ. അത് നേരെ നമുക്ക് എക്സാം എഴുതി തന്നെ കയറാം. ഇനി നമ്മൾ വേക്കൻസി ഡിസ്ട്രിബ്യൂഷനാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് നിങ്ങൾക്ക് SC/ST OBC ജനറൽ വേക്കൻസികളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി 100 വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾ 100 വേക്കൻസി ഉള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കരുത്. നമുക്ക് വേക്കൻസിയൊക്കെ കൂടാനും കുറയാനൊക്കെ സാധ്യത, അത് നമ്മൾ നോക്കേ വേണ്ട കേട്ടോ. ടോട്ടൽ വേക്കൻസി, കാരണം നിങ്ങൾക്ക് മറ്റു സ്റ്റേറ്റിൽ നിങ്ങൾക്ക് മറ്റു പ്രാദേശിക ഭാഷയൊക്കെ അറിയെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കൂടുതൽ വേക്കൻസിയിലേക്ക് ഇവിടെയൊക്കെ 450, രാജസ്ഥാനിലൊക്കെ 450 വേക്കൻസി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 718 ഇവിടെ ഒന്ന് കണ്ടല്ലോ, സോറി 718 അല്ലേ. ഓക്കെ, അങ്ങനെ 377 അങ്ങനെ പല വേക്കൻസീസ് ഇവിടെ കാണാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേക്കൻസി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, ഇപ്പം കേരളത്തിലേക്ക് മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരൊന്നും അപ്ലൈ ചെയ്യില്ല, കേരളത്തിലുള്ളവർ തന്നെ അപ്ലൈ ചെയ്യുള്ളൂ. ഇപ്പോൾ PSC ഒക്കെ ആണെങ്കിൽ നമുക്ക് 5-6 വേക്കൻസികൾ ഉണ്ടാവുള്ളൂ, അതിലേക്ക് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേക്കൻസിയുടെ എണ്ണം നോക്കി നിൽക്കേ വേണ്ട, അപ്ലൈ ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതിനടുത്തത് ഓഫീസർ സ്കെയിൽ 1ലാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര വേക്കൻസി എന്ന് വെച്ചാൽ നിങ്ങളുടെ 195 ഉണ്ട് കേട്ടോ. ഇപ്പോൾ തമിഴ്നാടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. തമിഴ്നാടൊക്കെ 110 വേക്കൻസിയാണുള്ളത് കേട്ടോ. ഓക്കെ, ഇത് 195 വേക്കൻസി ഉണ്ട്, ഇതിൽ അധികം കുറച്ച് വേക്കൻസി ഉണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്കും ഡിഗ്രി മതി കേട്ടോ. ഓഫീസർ സ്കെയിൽ 1ലേക്കും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഓഫീസർ സ്കെയിൽ 2 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നമുക്ക് കേരളത്തിൽ നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അത് മേ ബി റിപ്പോർട്ട് ചെയ്യപ്പെടാവുന്നതാണ്. ഇതിനടുത്ത് നിങ്ങൾക്ക് ഓഫീസർ സ്കെയിൽ 2ൽ IT-ലേക്ക് നിങ്ങൾക്ക് 5 വേക്കൻസിയാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. ഇതിനടുത്ത് നിങ്ങൾക്ക് CA ആണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ വന്നിരിക്കുന്നത് 3 വേക്കൻസിയാണ്. ദെൻ അടുത്തത് നമുക്ക് ഓഫീസർ സ്കെയിൽ ലോ ആണെങ്കിൽ നിങ്ങൾക്ക് 5 വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത നിങ്ങൾക്ക് ഓഫീസർ സ്കെയിൽ ട്രഷറി മാനേജർ ആണെങ്കിൽ 2ൽ 2 വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിനടുത്ത് നിങ്ങൾക്ക് ഓഫീസർ സ്കെയിൽ മാർക്കറ്റിംഗ് ഓഫീസർ ആണെങ്കിൽ ഇതിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല വേക്കൻസി. ഇതിനടുത്ത് നമുക്ക് ഓഫീസർ സ്കെയിൽ അഗ്രികൾച്ചർ ഓഫീസർ ആണെങ്കിൽ ഇതിലും നമുക്ക് വേക്കൻസി കേരള ഗ്രാമീൺ ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിന് ഓഫീസർ സ്കെയിൽ 3 ആണെങ്കിൽ നമുക്ക് ഇതിൽ 20 വേക്കൻസി ടോട്ടൽ വിളിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് നിലവിലുള്ള വേക്കൻസി കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വേക്കൻസിയുടെ കൗണ്ട് നോക്കണ്ട. ആകെ മൊത്തം എല്ലാ ഗ്രാമീൺ ബാങ്കിലേക്കുമായിട്ട് 10,000-ഓളം വേക്കൻസി അല്ലെങ്കിൽ നിയർ 10,000-ൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. പിന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സെൻറ്ററും നമ്മുടെ മെയിൻ എക്സാം അല്ലെങ്കിൽ സിംഗിൾ എക്സാം ഉണ്ടല്ലോ, ഈ ഓഫീസർ സ്കെയിൽ 2, 3ലേക്കുള്ള സിംഗിൾ എക്സാം ഉണ്ടാകുക, അതിൻ്റെയും സ്ഥലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ്റെ നമുക്ക് കേരളത്തിലൂടെ കാണാം. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് എക്സാം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി സിംഗിൾ എക്സാം അല്ലെങ്കിൽ ഈ പറയുന്ന മെയിൻ എക്സാം ആണെങ്കിൽ അത് കൊച്ചി വെച്ചിട്ടോ കോഴിക്കോട് വെച്ചിട്ടോ തിരുവനന്തപുരം വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഓക്കെ,
അപ്പോൾ സ്കിപ്പ് ചെയ്ത് വരുന്നതാണെങ്കിൽ സിംഗിൾ ഇതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണരുതെന്ന് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടിരുന്നോളി. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഒന്നും ക്ലിയർ ഇല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവട്ടോ. നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ പഠിച്ച് എക്സാം എഴുതാൻ പോയി നമ്മൾ എക്സാം എഴുതി ലാസ്റ്റ് വെരിഫൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നാൽ അതൊക്കെ പ്രശ്നങ്ങളാണ്. ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ആ ഡിക്ലറേഷൻ എഴുതാനുള്ള വാചകമൊക്കെ ഞാൻ പറഞ്ഞുതരാം, കാണിക്കാം. ഓക്കെ, ദെൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നമ്മൾ അപ്ലോഡ് ചെയ്യണം. PDF ഫോർമാറ്റ് ആക്കിയിട്ട് 500 KB കൂടാൻ പാടില്ല കേട്ടോ. അതിൻ്റെ ഫയൽ സൈസ് ആ ലെവലിൽ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഇതേപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റീസെൻറ്റ് കളർ സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതിന് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളറാണ്, അതിലേറ്റവും നല്ലത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുത്തോളൂ, അതാണ് ഏറ്റവും നല്ലത്. 200x230 പിക്സലായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ, അതൊക്കെ സെറ്റാക്കി വെക്കണം. നമ്മൾ 20 KBയുടെയും 50 KBയുടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു സൈസിൽ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് അവരോട് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ടൂൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറയുന്നുള്ളതാണ്. അപ്പോൾ നല്ല ക്ലിയർ ഉള്ള ഫോട്ടോ ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 50 KB കൂടാൻ പാടില്ല. ഇനി ഫോട്ടോഗ്രാഫ് നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫോട്ടോഗ്രാഫ് ക്യാപ്ചറിങ് വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോഗ്രാഫ് ഒന്ന് അപ്ലോഡ് ചെയ്യണം. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ലൈവ് ആയിട്ടൊരു ഫോട്ടോ നമ്മൾ വെബ് ക്യാം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എടുക്കുന്ന പോലെ നമ്മളുടെ ഫോട്ടോ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കണം. അതിന് ആവശ്യത്തിന് നല്ല വെളിച്ചവും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്യാമറയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു ഫോട്ടോ ലൈവായിട്ട് നമ്മൾ ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ വെബ് ക്യാം യൂസ് ചെയ്തിട്ട്, വെബ് ക്യാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്യാമറ അല്ലേ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ക്യാമറ, സെക്കൻഡ് ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് മൊബൈലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിലൊരു QR കോഡ് ഉണ്ടാവും, അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് മൊബൈൽ വഴി എന്ത് ചെയ്യണം, ക്യാപ്ചർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊരു ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പിന്നെ സിഗ്നേച്ചറാണ്, അതൊക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം സിഗ്നേച്ചർ നമ്മൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെൻ കൊണ്ടാണ് ഇടേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. 140x60 പിക്സലായിരിക്കണം. ഫയൽ സൈസ് ഡയമെൻഷൻ ആട്ടോ 140x60 പിക്സൽ. ഫയൽ സൈസ് 10 KB to 20 KB ആയിരിക്കണം. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം, JPG ആയിരിക്കണം. 240x250 പിക്സലായിരിക്കണം. 20 KB to 50 KB ആയിരിക്കണം അതിൻ്റെ ഫയൽ സൈസ് വരേണ്ടത് കേട്ടോ അതിൻ്റെ ഇടയിലായിട്ട്. പിന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം, 800x400 പിക്സലായിരിക്കണം. ഡയമെൻഷൻ 50 KBയുടെയും 100 KBയുടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ഇതാണ് നിങ്ങളൊരു വൈറ്റ് പേപ്പറിലേക്ക് നിങ്ങൾ എഴുതി വെക്കുക ഇതേപോലെ. ഇതിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. ഇതിൽ നിങ്ങൾ ആകെ മാറ്റം വരുത്തേണ്ടത് ഇവിടെ ഈ പറയുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ ബ്ലാങ്ക് ആക്കിയിട്ട് ഇവിടെ ഇത്രയും ഭാഗം ബ്ലാങ്ക് ആക്കി ചെയ്താൽ ഇവിടെ നിങ്ങളുടെ പേര് അങ്ങോട്ട് എഴുതാൽ നിങ്ങൾ കേട്ടോ. അപ്പോൾ രാജു എന്നാണ് പേരെങ്കിൽ നിങ്ങൾ രാജു എന്ന് എഴുതിയിട്ട് കോമിട്ടിട്ട് ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് സെൻറ്റൻസ് ഇതുപോലെ എഴുതാം. ക്യാപിറ്റൽ ലെറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, ഇതുപോലെ തന്നെ എഴുതാം, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാം. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വൈറ്റ് പേപ്പറിലേക്ക് എഴുതിയിട്ട് നമ്മുടെ കൈയക്ഷരം കൊണ്ടാണ്, നമ്മളെ കൈ കൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്, നമ്മുടെ കൈയക്ഷരമാണ് കാണിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മറ്റു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട PDF ഫോർമാറ്റിലാണ്, A4 സൈസ് ആയിരിക്കണം, 500 KB കൂടാൻ പാടില്ല. ഈ കണ്ടീഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്, സെയിം മാതൃക ആയിരിക്കണം, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഓക്കെ, ദെൻ ഇനി OBC ആണെങ്കിൽ അവർ OBC NCL ആണെങ്കിൽ നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് PWBD കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക എല്ലാം ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. ഇനി നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഓൺലൈൻ ഫോം ഫില്ലിംഗ് ആണ്. അപ്പോൾ ഞാനൊരു വേറെ സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ഇതിൽ തന്നെ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ലെങ്ത് നല്ല കൂടുതലായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യട്ടോ, നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യാം. ലെങ്ത് കൂടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കൊന്നും എത്തിക്കില്ല, അതാണ് പ്രശ്നം, അവിടെ ഇട്ടേക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇത്രയും ടൈം എടുത്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ഒരുപാട് ആളുകളേക്ക് എത്തിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഗുണം ലഭിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യും, അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ലിങ്ക് തരും നിങ്ങൾക്ക്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തത് ഈ പേജിലേക്കായിരിക്കും വരിക, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ പേജാണ്. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. താഴോട്ട് ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി അപ്ലൈ നൗ എന്നുള്ളതിൻ്റെ നേരെ നിങ്ങൾ ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മുകളിലെ ഒന്നാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഓഫീസ് സ്കെയിൽ 1 and 2, 3 അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മുകളിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യണം. ഓഫീസ് സ്കെയിൽ 1 and
2 3 എന്നുള്ളതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആണ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കണം. ഓൾറെഡി നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസർ നെയിം പാസ്വേഡ് അടിച്ച് എന്ത് ചെയ്യാം, സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബേസിക് ഇൻഫോ എന്നുള്ളത് ഇവിടെ കാണാം. നമ്മളുടെ ഫസ്റ്റ് നെയിം അതേപോലെ മിഡിൽ നെയിം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മുകളിൽ കൊടുക്കുന്നതനുസരിച്ച് ഇത് ആ ഫുൾ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ആ ഫുൾ നെയിം എന്നുള്ള ഭാഗത്ത് നമ്മൾ പേര് ഇവിടെ കാണിക്കും. അപ്പോൾ ആ പേര് നമ്മുടെ SSLC ബുക്കിൽ അതേ സെയിം പാറ്റേൺ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുക്കുക, കൺഫേം കൊടുക്കുക. നിങ്ങൾ ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, നിർബന്ധമില്ല. നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അവിടെ ഡൊമൈൻ നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഫുള്ള് നമ്മുടെ ഇമെയിൽ ID മൊത്തം അടിച്ച് കൊടുക്കരുത്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ എൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം, എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് GOCL ആണ്. അപ്പോൾ ഞാനിവിടെ ഡൊമൈൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ @gmail.com ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എൻ്റെ ജിമെയിലാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണ് മറ്റ് യാഹു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. @gmail.com നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മൊത്തം ഡൊമൈൻ നെയിമും അതുപോലെ നമ്മുടെ യൂസർ നെയിമും ഡൊമൈനും യൂസർ നെയിമും മൊത്തം എന്ത് ചെയ്യുക, നമ്മൾ അടിയിൽ അടിച്ചു കൊടുക്കുക. കൺഫേം ഇമെയിൽ സാധാരണ നമ്മൾ മെയിൽ ID അടിക്കൂലേ, അതുപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സെക്യൂരിറ്റി കോഡ് അടിച്ചിട്ട് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഫില്ല് ചെയ്തു. ഞാനിവിടെ നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ കൺഫേം ചെയ്യട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ജസ്റ്റ് രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണിക്കും, നമ്മുടെ പാസ്വേഡ് ഇവിടെ കാണിക്കും. അതുപോലെ നമ്മുടെ മൊബൈലിലേക്ക് എന്താണ് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സെൻഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഇത് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഈ ഭാഗത്ത്. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. എങ്കിലും നമ്മൾ എഴുതി വെക്കാം. ഇനി ആദ്യം നമ്മളോട് ചോദിക്കുന്നത് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് കാണാൻ ക്യാപ്ചർ ഇമേജ് നമ്മൾ ലൈവായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ബ്രൗസിന് ആദ്യം ക്ലിക്ക് ചെയ്യാം. ആദ്യം നമുക്കൊരു ഇമേജ് ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഒരു ഇമേജ് ഇതിൽ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്, കറക്റ്റ് ഡയമെൻഷനൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് ക്യാപ്ചർ എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഈ ക്യാപ്ചറിൽ നമുക്കിതാ ഇവിടെയാണ് ആ ബട്ടൺ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ആ ക്യാപ്ചർ ഫോട്ടോ എന്ന് കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് ക്ലിക്ക് ഹിയർ ടു സ്കാൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു QR കോഡ് എന്താണ് ഉണ്ട് അത് വെച്ചിട്ട് സ്കാൻ ചെയ്യാം. ഓക്കെ, അത് സ്കാൻ ചെയ്യുമ്പോൾ എന്താ കാണിക്കുന്നത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പം ഞാൻ എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് ഇതിൻ്റെ സ്കാനർ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലാണെങ്കിൽ ജസ്റ്റ് ക്യാപ്ചർ എന്നുള്ള ബട്ടൺ വെക്കാൻ മതി കേട്ടോ ഫോട്ടോന്ന്. ഞാനിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം ലാപ്ടോപ്പിൻ്റെ ക്യാമറ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്കാനർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ സ്കാനറിൽ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ സ്കാനർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ സ്കാനർ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിതിൽ ലോഗിൻ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേരിവിടെ കാണാം, രാജു, എൻ്റെ രജിസ്ട്രേഷൻ നമ്പറോടെ കാണാം. ഇനി നമ്മളെന്ത് ഇവിടെ ക്യാപ്ചർ ഫോട്ടോ എന്നുള്ള ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇത് ബാക്കിലെ ക്യാമറ ആണ് ഓൺ ആയിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കാം. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇതിൽ വലിയ ഓവർ വെളിച്ചൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ക്യാപ്ചർ എന്നുള്ള ജസ്റ്റ് ക്യാപ്ചർ കൊടുക്കുക. നല്ല വെളിച്ചം വന്ന്. ഓക്കെ, ഞാൻ ജസ്റ്റ് യൂസ് ഫോട്ടോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ നമ്മുടെ പേജ് ലോഡായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി പോരാ. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈറ്റൊന്നും ഇല്ല കേട്ടോ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഈ ഒരു ക്ലാരിറ്റിയിൽ എടുത്താൽ പോരട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് വെറുതെ ഒരു എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റൊന്നും ഇല്ലാതെ എടുത്താണ്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ലൈറ്റ് വേണം. കറക്റ്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്ന പോലെ എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എടുക്കുക കേട്ടോ. നല്ല ക്ലിയർ ഉണ്ടായിരിക്കണം. ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ ലൈവ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പാസ്പോർട്ട് സൈസ് രീതിയിൽ തന്നെ നമ്മൾ എടുത്താൽ മതി കേട്ടോ. നമ്മളെ ഫ്രണ്ടും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ക്യാമറയിലേക്ക് നോക്കുന്ന രീതിയിൽ സ്ട്രൈറ്റ്. ഞാൻ കുറച്ച് ചെരിഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. എനിക്കിവിടെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്ത് ഇരിക്കേണ്ടതെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് കാണാം ഐ കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ സിഗ്നേച്ചർ സ്കാൻ ചെയ്യണം. അതിന് അടിയിൽ ഇവിടെ കാണാം ബ്രൗസ് എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഒരു സിഗ്നേച്ചർ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 10 KBയുടെയും 20 KBയുടെയും ഇടയിലായിരിക്കും കേട്ടോ ഫയൽ സൈസ്. ഇവിടെ സിഗ്നേച്ചർ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു സിഗ്നേച്ചർ ഇവിടെ വന്നു കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൺഫേം കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക.
അപ്പോൾ നെക്സ്റ്റ് എന്ന് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇനി നമ്മൾ കുറച്ചും പാടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. കാറ്റഗറി ഞാനിവിടെ ജനറലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ SC OBC അതിനനുസരിച്ചാണ് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഓക്കെ, OBC ആണെങ്കിൽ OBC എന്നുള്ള സെലക്ട് ചെയ്യാം, SC ആണെങ്കിൽ SC എന്നുള്ള സെലക്ട് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നിങ്ങളോട് PWBD കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉദ്യോഗാർത്ഥികൾ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ യെസ് എന്ന് കൊടുത്താൽ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റിയും അതിനൊക്കെ ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഫില്ല് ചെയ്യണം. അതിനുശേഷം കുറച്ച് yes or no ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ PWD കാൻഡിഡേറ്റ്സിൻ്റെ ആണ്. അപ്പോൾ അതൊക്കെ ഡിസേബിൾ ആയിട്ട് കിടക്കുന്നത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അതേപോലെ വിട്ടാൽ മതി. ഓക്കെ, ഇതൊന്നും നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ PWD റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എക്സാമിനേഷൻ ടൈമിൽ അവർക്ക് കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് RPWD ആക്ട് 2016 പ്രകാരം നമുക്ക് ഈ പറയുന്ന എന്താണ് റൈറ്റിങ്ങിന് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോ കൊടുക്കാം. അതുപോലെ തന്നെ യെസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഫില്ല് ചെയ്യാനുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോ കൊടുത്തുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ കാണാം 1984 കലാപവുമായി ബന്ധപ്പെട്ട അവരുടെ ഫാമിലിയിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ടവരാണോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഏത് റിലീജിയൻ ആണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഏത് റിലീജിയൻ വെച്ചാൽ നമ്മളനുസരിച്ച് സെലക്ട് ചെയ്യാം, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഏതാ വെച്ചാൽ. ദെൻ മൈനോറിറ്റി റിലീജിയൻ ആണോ എന്ന് ചോദിക്കുന്നത്, ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ മുസ്ലിമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ക്രിസ്ത്യനൊക്കെ ആണെങ്കിൽ മൈനോറിറ്റി റിലീജിയൻ ആണ്, നമ്മൾ കമ്മ്യൂണിറ്റി ആണ്, അപ്പോൾ നമ്മൾ യെസ് എന്ന് കൊടുക്കുക കേട്ടോ. അതല്ല ഹിന്ദു ആണെങ്കിൽ നമുക്ക് അതല്ല, ജസ്റ്റ് നോ കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് എക്സ് സർവീസ്മാൻ ആണോ എന്നാണ്, യെസ് ഓർ നോ ആണ്. നമ്മൾ നോ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ഡിസേബിൾ ആയിട്ടുള്ള എക്സ് സർവീസ്മാൻ ആണോ, ശാരീരികമായി പ്രശ്നങ്ങൾ വന്ന, അതായത് ഈ പറയുന്ന എന്തെങ്കിലും യുദ്ധത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവയവങ്ങൾ നഷ്ടപ്പെടുകയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഡിസേബിൾ ആയിട്ടുള്ള എക്സ് സർവീസ്മാൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. അതിന് നമ്മുടെ പീരീഡ് ഓഫ് സർവീസ് കാര്യങ്ങളാണ്, എക്സ് സർവീസ്മാൻ റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്കതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, ഈ പറയുന്ന എന്താണ് ഈ സർവീസിലിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടവരുടെ അതായത് ജവാൻ്റെ ആരെങ്കിലും ഡിപ്പെൻഡൻ്റ് ആണോ എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയുള്ളവർ യെസ് കൊടുക്കുക. അവർക്കൊക്കെ എന്താണ് കുറച്ച് റിലാക്സേഷൻ അതുപോലെ കുറച്ച് വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോ കൊടുക്കുക. അവിടെ ജസ്റ്റ് ഒക്കെ ബ്ലാങ്ക് ആക്കി ഇവിടെ ഇതൊക്കെ അവർക്കുള്ളതാണ്. ജസ്റ്റ് യെസ് എന്ന് കൊടുത്താലുള്ള ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. നമ്മൾ നോ കൊടുത്തോണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനടുത്ത് നമ്മളോട് ചോദിക്കുന്നത് വിഡോസ് ഡിവോഴ്സ്ഡ് ആയുള്ള ആളുകളാണോ എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഇതിനതോടൊപ്പം തന്നെ പിന്നെ ഈ പറയുന്ന കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് RRBയുടെ മുൻപ് നമ്മൾ അപ്പിയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. യെസ് എന്ന് കൊടുക്കാം നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതിന് യെസ് എന്ന് കൊടുത്താൽ നമ്മൾ എത്ര ടൈം നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ എത്ര ടൈം നമ്മൾ 2 പ്രാവശ്യം ചെയ്താൽ 2 ഇട്ട് കൊടുക്കുക. അതിൽ ഏതാണ് നമ്മളിതിൽ കൊടുത്തുവച്ചാൽ, ഓക്കെ, ഇതിൽ ഏതാണ് നമ്മൾ അപ്പിയർ ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഓരോന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ലാസ്റ്റ് നടന്നത് 12 ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ഓൺഗോയിങ് ആയിട്ട് വരുന്നത് 13 ആണ്. അപ്പോൾ 12 അല്ലെങ്കിൽ 10 ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളതൊന്നില്ലാത്ത നോ കൊടുത്താൽ നിങ്ങൾക്ക് അതൊക്കെ ഓട്ടോമാറ്റിക്കായി ഡിസേബിൾ ആവും കേട്ടോ. അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന എന്താണ് കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, മുൻപ് ഇതേപോലെ എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിനടുത്ത് നമ്മുടെ നാഷണാലിറ്റി ആണ് ചോദിക്കുന്നത്. ഇന്ത്യ എന്നുള്ള സെലക്ട് ചെയ്യാം. അത് സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, കേരള ഏതാச்சுം നിങ്ങൾ സെലക്ട് ചെയ്യാം. അടുത്ത് നമ്മളോട് ചോദിക്കുന്നത് ഏത് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഏതിലേക്ക് വേണമെങ്കിലും കൊടുക്കാം, ഞാൻ പറഞ്ഞ കണ്ടീഷൻ ആണെന്നുള്ള ഓർത്ത് വെക്കട്ടെ നിങ്ങൾ. ഞാനിവിടെ കേരളമാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ സെൻറ്റർ ഓഫ് പ്രിലിമിനറി എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ കോഴിക്കോടാണ് കൊടുക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സെൻറ്റർ എവിടെ വേണ്ടി വെച്ചാൽ അത് കൊടുക്കട്ടോ. ഞാൻ കോഴിക്കോടാണ് കൊടുക്കുന്നത്. മെയിൻ എക്സാമിനേഷൻ്റെ സെൻറ്റർ എവിടെ വേണ്ടി ചോദിക്കുന്നുണ്ട്, അത് ഞാൻ കോഴിക്കോട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എക്സാമിനേഷന് വരുന്ന സമയത്ത് നമ്മൾ ഇതൊരു ID കാർഡ് ഉണ്ടാകണം. അപ്പോൾ അത് നമ്മളവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഏത് ID പ്രൂഫാണ് നമ്മൾ വെക്കുക എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ജസ്റ്റ് ഇവിടെ കാണാം, ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വോട്ടർ ID ആധാർ കാർഡ് ഏത് വേണമെങ്കിലും കൊടുക്കാം. അതിൻ്റെ നമ്പറൊന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏത് മീഡിയമാണ് എക്സാമിനേഷന് വേണ്ടതെന്നാണ്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താണ് ഇംഗ്ലീഷിലും മലയാളത്തിലും 2 രീതിയിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാനിവിടെ മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്തു കേട്ടോ. ഇംഗ്ലീഷ് ആൻഡ് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി രീതിയിലാണ് ഉണ്ടായിരിക്കുക കേട്ടോ പേപ്പർ. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഇതിൽ ഡേയും മന്തും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ അങ്ങോട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഏജ് കൂടെ കൗണ്ട് ആവും. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ ഏതാச்சுം നിങ്ങൾ സെലക്ട് ചെയ്യാം. ആധാർ നമ്പർ നിങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കാൻ നിർബന്ധമില്ല. ഓക്കെ, അതിനുശേഷം ട്വിൻ ബ്രദറോ സിസ്റ്റർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇരട്ടകളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. യെസ് എന്ന് കൊടുത്താൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ടിക്ക് ചെയ്യാം. ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്,
പിന്നെ നമ്മുടെ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. കറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്നുള്ളത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക. രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം ആസ് എന്നുള്ളൊരു കോളം ഉണ്ടായാലും ടിക്ക് ചെയ്താലും മുകളിൽ കൊടുത്ത അഡ്രസ്സ് കൂടെ പെർമനൻറ്റ് അഡ്രസ്സായിട്ട് മാറും കേട്ടോ. അതിവിടെ കോപ്പി ആവും. അപ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പിൻകോഡ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നമുക്ക് ഈ പറയുന്ന ഫീ ഒക്കെ അടിക്കേണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏത് അഡ്രസ്സിലാണ് ഈ പറയുന്ന അതിൻ്റെ ആ ഒരു റെസിപ്റ്റ് വേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ പെർമനൻറ്റ് അഡ്രസ്സിലോ ഈ കമ്മ്യൂണിക്കേഷൻ ഏതാണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കുക, ഒരു പ്രശ്നമില്ല. 850 രൂപയാണ് ഫീ വരുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് ഫില്ല് ചെയ്യട്ടെ കേട്ടോ. ഞാനിവിടെ സെയിം ആസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ മുകളിൽ കൊടുത്ത അഡ്രസ്സൊക്കെ താഴോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുന്നു. ഇനി ഞാനിവിടെ വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് വെരിഫൈഡ് സക്സസ്ഫുള്ളി കാണിക്കാം. എന്തെങ്കിലും എറർ ഉണ്ട് ഇവിടെ കാണിക്കട്ടോ, അത് വാലിഡേറ്റ് ആവില്ല. സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നമ്മളിപ്പോൾ ഡീറ്റെയിൽസിലേക്ക് എത്തി. ഡീറ്റെയിൽസിൽ ഇനി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാജുവേഷൻ ആണ് അതിലേക്ക് നമുക്കുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ BSc ആണോ BA ആണോ, അതിൽ ഏതാണ് നിങ്ങൾ BTech ആണോ മാനേജ്മെൻറ്റ് ആണോ ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BC ആണോ BPharm ആണോ BArch ആണോ ICW ആണോ, അത് ഇനി ഇതിലൊന്നും ഇടാത്താണെങ്കിൽ അതേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്യുക. നിങ്ങൾ പഠിച്ച ഡിഗ്രി ഇതിലൊന്നും ഇല്ലെങ്കിൽ അതേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി. അതേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ മെൻഷൻ ചെയ്യണം. അടിയിലൊരു കോളം പുതുതായിട്ട് വരും, അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം ഏതാണെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്യാം കേട്ടോ. അതല്ല ഇതിലുള്ളത് ഏതെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏതാ സ്ട്രീം പഠിച്ചത് എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ നമ്മളിതാ ഇതിലേതെങ്കിലും ഉണ്ടോ നോക്കുക. ഓക്കെ, ഇതിലേതെങ്കിലും ഉണ്ടാവും. ഇതിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ അടിച്ചു കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഏതാ പഠിച്ചത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഡേ നിങ്ങൾ ഏതാണ്, അതായത് പാസിങ് ഡേറ്റ് ആണ് പറയുന്നത്. ഡേ മന്ത് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. എന്നാണ് നിങ്ങളത് പാസ് ഔട്ട് ആയതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം. ദെൻ പേഴ്സൻറ്റേജ്, എത്ര പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് എന്തുണ്ട് മാർക്ക് ഉണ്ട് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര പേഴ്സൻറ്റേജ് ഉള്ള നിങ്ങൾ അതിനനുസരിച്ച് ടൈപ്പ് ചെയ്യാം. ദെൻ സെലക്ട് ക്ലാസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ആണ് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് PG നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ PGൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ നിർബന്ധമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി എന്തെങ്കിലും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടാകും കൊടുക്കാം. ഇനി മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ ചോദിക്കുന്നത് കമ്പ്യൂട്ടർ നോളജ് അറിയാവുന്നതാണ്. yes എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്ക് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ yes തന്നെ നിങ്ങൾ കൊടുക്കാം. അപ്പോൾ yes എന്നാണെങ്കിൽ നമുക്ക് എന്താണ് അറിയാമെന്നുള്ളത് നമ്മളൊന്ന് ഇവിടെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഒരു 35 വേർഡിൽ. അപ്പോൾ നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ അറിയാം, നമുക്ക് ജസ്റ്റ് വിൻഡോസ് അതുപോലെ തന്നെ അങ്ങനെ എന്താ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ചിട്ട് ഏത് സോഫ്റ്റ്വെയർ ആണ് അറിയുക. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് MS ഓഫീസ് നിങ്ങൾക്ക് എന്താണ് അടിച്ചു കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളൊരു 35 ക്യാരക്ടർ കൂടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം, ടൈപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ കേരളത്തിലാണല്ലോ ഞാൻ കൊടുത്തത്. അപ്പോൾ മലയാളമാണ് പ്രാദേശിക ഭാഷ നമുക്കറിയാം. അപ്പോൾ ആ മലയാളം നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഒന്നെങ്കിൽ 8ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിന് മുകളിൽ ഏതെങ്കിലും +2 അല്ലെങ്കിൽ ഡിഗ്രി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് മലയാളം പഠിച്ചതിൻ്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ റെക്കഗ്നൈസ്ഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ yes എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ അവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് പ്രസൻ്റ്ലി എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഉണ്ടെങ്കിൽ ഉള്ളവർ കൊടുക്കുക കേട്ടോ. yes എന്ന് കൊടുത്തിട്ട് പ്രസൻ്റ്ലി വർക്കിംഗ് ആണെങ്കിൽ നോ കൊടുത്തിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതോടെ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. കാരണം നമുക്ക് ഇതിലേക്ക് ഈ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം, കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട് തീർച്ചയായിട്ടും കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഓക്കെ, ഇതിനടുത്ത് നിങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് നേരത്തെ ഈ പറഞ്ഞ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, SC/ST OBC അതുപോലെ എക്സ് സർവീസ് മാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊരു എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ ആണ് ഉണ്ടാകുക. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് yes എന്ന് കൊടുക്കാം. ഇനി ഇല്ലെങ്കിൽ നമുക്കിവിടെ നോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജനറൽ എന്തുമൊക്കെ കൊടുത്തുകൊണ്ട് എനിക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, yes കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മൈനോറിറ്റി ഇപ്പം ഈ പറയുന്ന മുസ്ലിം, ക്രിസ്ത്യൻ അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇവിടെ yes ഉള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ഇനി yes കൊടുത്താൽ നമുക്ക് ഏതാ സെൻറ്റർ വേണ്ടെന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മളെന്തെങ്കിലും നമുക്ക് ഏതെങ്കിലും ഓഫൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നോട്ടീസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഫൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയോ എന്നുള്ളതാണ്. yes എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക കേട്ടോ. yes എന്ന് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം കേട്ടോ. എന്താണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ 35 ക്യാരക്ടറിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അതായത് നമുക്ക് കോർട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വിധിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കേസിലകപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്ത നിങ്ങളുടെ ലാംഗ്വേജസ് ഏതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം, റീഡ്, റൈറ്റ്, സ്പീക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേട്ടോ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളനുസരിച്ച് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഹിന്ദി അറിയെങ്കിൽ കൊടുക്കാം, റീഡ് ചെയ്യാൻ അറിയാം, റൈറ്റ് ചെയ്യാൻ അറിയാം, സ്പീക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ കൊടുക്കണ്ട. ഓക്കെ, ഇതിനടുത്ത് നിങ്ങൾക്ക് അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉള്ള വേണമെങ്കിൽ മലയാളം എന്നുള്ളത് ഇവിടെ കൊടുക്കാം, ടൈപ്പ് ചെയ്യാം. ഇനി തമിഴാണെങ്കിൽ തമിഴ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, എക്സ്ട്രാ ഇവിടെ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. ഏതാ വെച്ചാൽ നമ്മൾ കൊടുക്കാം.
റീഡ് റൈറ്റ് ആൻഡ് സ്പീക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ യെസ് എന്ന് കൊടുത്താൽ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ യെസ് എന്ന് കൊടുക്കില്ല. നമ്മൾ ഈ പറയുന്ന 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏതെങ്കിലും പഠിക്കുന്ന സമയത്ത് നമ്മൾ മലയാളം സബ്ജക്റ്റ് പഠിച്ചിട്ടോ യെസ് എന്ന് കൊടുത്താൽ ഇവിടെ നമുക്ക് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് വരുമ്പോൾ മലയാളം എന്നുള്ളതൊന്ന് സെലക്ട് ആക്കണം കേട്ടോ നമ്മൾ. ഓക്കെ, അത് മറക്കരുത്. അത് കൊടുത്താൽ നമുക്ക് വാലിഡേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം വെരിഫൈഡ് സക്സസ്ഫുള്ളി കാണാം. ഓക്കെ കൊടുക്കുക. പിന്നെ ഓക്കെ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്ത സമയത്ത് ഇനി നമുക്ക് ബാങ്ക് പ്രിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ കേരള ഗ്രാമീൺ ബാങ്ക് മാത്രമല്ല, അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. ഓക്കെ, അവിടെ കാണിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് കൊടുക്കാം. വെരിഫൈഡ് സക്സസ്ഫുള്ളി കാണാം. ഇനി സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ പ്രിവ്യൂ ആണ്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ്. ഇതിങ്ങനെ നോക്കുക, നിങ്ങൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങളിവിടെ അഗ്രി കൊടുക്കട്ടോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അഗ്രി കൊടുക്കാം. ഇത് വായിക്കണമുണ്ട് നിങ്ങൾ. അപ്പോൾ നമ്മുടെ ID പ്രൂഫിലൊക്കെ ഉള്ള അതേപോലെ തന്നെ നമ്മുടെ പേര് എന്നുള്ളത് കൺഫേം ചെയ്യാം. നമ്മുടെ പേര് ചേഞ്ച് ആയിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ. അപ്പോൾ ID പ്രൂഫ് നമ്മൾ ഈ സമയത്ത് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ സമയത്ത് നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ID പ്രൂഫ് കൊണ്ടുവരും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കൊടുത്താൽ മതി, നമ്മളത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പോൾ ഉള്ള പേരൊക്കെ അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നുമില്ലെങ്കിൽ നമ്മളത് കൊടുക്കുക. ഇനി പേരെന്തെങ്കിലും ചേഞ്ചൊക്കെ ആയിട്ടുള്ളവർ അതിനനുസരിച്ച് ID പ്രൂഫൊക്കെ എന്ത് ചെയ്യണം, സെറ്റാക്കണം. അപ്പോൾ അതുള്ളവർ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ, നമ്മളത് കൊടുക്കണ്ട. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ കാണും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തമ്പ് ഇംപ്രഷനോടെ പ്രിവ്യൂ കാണിക്കും. നമ്മൾ ഓക്കെ ആണ്, നല്ല ക്ലിയർ ഉണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണ് ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ കാണുന്ന നമ്മൾ നോട്ടിഫിക്കേഷനിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഒരു ഡിക്ലറേഷൻ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ, എഴുതിയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഡിക്ലറേഷനോടെ കാണിക്കുമ്പോൾ ഞാൻ കറക്റ്റ് ഡിക്ലറേഷനാണ് ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ഡിക്ലറേഷനോടെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഡിക്ലറേഷൻ ഏതാണെന്നൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ അത് കാണണം. നമ്മളിവിടെ ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കുക. അത് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഞാൻ ഒറിജിനലായിട്ട് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യല്ല, കാരണം നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ഒരു ഡെമോ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് കാര്യങ്ങളും കൊടുക്കുന്നത്. നിങ്ങൾ കറക്റ്റ് കൊടുക്കണേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. നമ്മൾ വൈറ്റ് പേപ്പറിൽ ഒരു സെൻറ്റൻസ് ചെയ്താണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, കാണുക. എന്നിട്ട് അതിലേക്ക് എഴുതിയിട്ട് നമ്മളിവിടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ഘട്ടം പറയുന്നത് നമുക്ക് എന്താണ്, ഈ പറയുന്ന എമൗണ്ട് നമുക്ക് അടിക്കാനുള്ളതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എമൗണ്ട് നമ്മൾ അടിക്കണം. അപ്പം ഇതിൽ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അല്ല നമുക്ക് ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എവിടെയും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇനി 850 രൂപ നമ്മൾ ഫീ അടിക്കണം. ഫീ അടിക്കാൻ ഈ പറയുന്ന എന്താണ് ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കുക നിങ്ങൾ. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് UPI, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ പറയുന്ന നെറ്റ് ബാങ്കിങ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ ATM കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യാം. ഏത് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫീ അടിക്കാം. ഇനി എളുപ്പത്തിന് നമുക്ക് QR വെക്കാം. QR എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ മേക്ക് പേയ്മെൻറ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് ഇവിടെ കാണിക്കും, പ്രൊസീഡ് വിത്ത് പേയ്മെൻറ്റ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ QR ക്ലിക്ക് ഹിയർ ടു സ്കാൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് സ്ക്രീനിലൂടെ തെളിഞ്ഞു വരും. ഇത് നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ Paytm അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്ത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ റിഫ്രഷ് ഒന്നും അടിക്കരുത്, ഓട്ടോമാറ്റിക്കായി പേജിൽ ലോഡായിട്ട് വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക ആപ്ലിക്കേഷൻ. ഇത്രയുമാണ് ഇതിൻ്റെ അപേക്ഷയുടെ കംപ്ലീറ്റ് പ്രൊസീജിയർ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ സൈറ്റിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോക്കാം എന്തൊക്കെയാണ് എക്സാമിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ എന്താണ് വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് റീസെൻ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ എന്താണ് ഇപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ എന്താണ് നമുക്ക് വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്കൊക്കെ ജസ്റ്റ് ഡയറക്റ്റ് സെലക്ഷൻ നടക്കുന്നുണ്ട്. ടെമ്പററി പോസ്റ്റാണ്. അപ്പോൾ അതിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.